എല്ലാവർക്കും നമസ്കാരം. സുധനാണ് ഫിൻലാൻഡിൽ നിന്നാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇവിടെ എങ്ങനെയാണ് ലീവ് ചെയ്യുക, അതേപോലെ ഹൗസ് ഹൗസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുക എന്നുള്ള നല്ല രീതിയിൽ നോക്കുക. അതുപോലെ വീടിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ വയ്ക്കുക, അതുപോലെ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, അതുപോലെ വേസ്റ്റ് എവിടെയാണ് ഇടുക. അപ്പോൾ പല കാര്യങ്ങൾ ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീടെടുക്കുമ്പോൾ വീടിനുള്ളിൽ എന്തെങ്കിലും ഡാമേജസ് വരാണെങ്കിൽ അത് ചാർജ് ചെയ്യും. അത് ഭയങ്കരമായിട്ടുള്ളൊരു താങ്ങാൻ പറ്റുന്നൊരു ചാർജസ് ആയിരിക്കും, പറ്റാത്തൊരു ചാർജസ് ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാമിലി ഉള്ളവർ എല്ലാവരും, ഫാമിലി ഉണ്ടെങ്കിൽ പ്രത്യേകം അത് ഇൻഷുറൻസ് ചെയ്യുക. ബാങ്കിൽ ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ അത് ചെയ്യുക. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ വലിച്ചടക്കുക, പിടിക്കുക, ഡോറുകൾ നശിപ്പിക്കുക, ഭിത്തികളുടെ ആണികൾ അടിച്ചിടുക. അപ്പം അതൊന്നും ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. അതുപോലെ പാൻ കൊണ്ട് വരയ്ക്കുക. നാട്ടിലെ പോലുള്ള ഒരു പരിപാടികൾ ഇവിടെ നടക്കില്ല. ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ നമ്മൾ വേറെ റൂമിലേക്ക് പോകുമ്പോൾ അവർ റൂം നോക്കി വൃത്തിപ്പെടുപ്പ് അല്ലെങ്കിൽ അവിടെ ചാർജ് ചെയ്തവർ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റണം. ഇവർക്ക് ഫുൾ കാലിയായിട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഫർണിച്ചറുകളുണ്ട്, എന്ത് സാധനങ്ങൾ ഉണ്ടായാലും ഷെൽഫിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, ഒരു കുഞ്ഞ് സൂചി പോലും പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് എൻ്റെ റൂമിലുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ എവിടെയാണ് വേസ്റ്റ് ഇടേണ്ടത്, കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് കിച്ചണാണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കണ റൂം ഞാൻ മൊബൈലിൽ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുത്ത ഒരു റൂമാണ്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു, എനിക്ക് വന്ന് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കിച്ചൺ ഇത്തിരി ചെറുതാണ്, എന്നാലും നമുക്കൊരു സാധാരണ ഫാമിലിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിച്ചണാണ്. അപ്പോൾ കിച്ചണൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഡോറുകളുണ്ട്, ഡോറുകൾ നമ്മൾ അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പതുക്കെ തന്നെ അടയ്ക്കുക. പിന്നെ ഫ്രിഡ്ജ് നമ്മൾ കൂടുതൽ മസാല കറികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കാരണം ഫ്രിഡ്ജിൻ്റെ നാശമാവും, അതിൻ്റെ ഓരോ മഞ്ഞളൊക്കെ അതിനെ ആവും, ശ്രദ്ധിക്കുക. അപ്പോൾ കവർ കണ്ടില്ല, പ്ലാസ്റ്റിക് കവർ കണ്ടില്ല, പ്ലാസ്റ്റിക് കവറിൽ കംപ്ലീറ്റ് വേസ്റ്റുകൾ ഇടുന്നതാണ്. ആ കറുത്ത പ്ലാസ്റ്റിക്കും അതിന് തന്നെയാണ്. കുപ്പികൾ ഇട്ട് വയ്ക്കും. അപ്പോൾ കുപ്പിയൊക്കെ എന്നിട്ട് അവിടെ കൊണ്ട് കളയാണ് ചെയ്യുക വേസ്റ്റിൽ. അപ്പോൾ 2 ഇതുകളുണ്ട് വേസ്റ്റ് ഇടുന്നത്. ഇതുണ്ട്, ഒന്ന് ഫുഡ്, പിന്നെ ഒരെണ്ണം പ്ലാസ്റ്റിക് ഇതിൻ്റെ ഇടുന്നത്. അതാണ് 2 കണ്ടത്. ഫ്രിഡ്ജൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കണ്ടോ, തുണി വെച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. തുണിമ പിടിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ വളരെ അധികം മോശമായിട്ട് യൂസ് ചെയ്തിരിക്കുക. കാരണം ഇവിടെ എല്ലാത്തിനും ഫൈനാണ്, ഭയങ്കര ഫൈൻ വരും. ഫ്രിഡ്ജൊന്നും നമ്മുടെ അല്ല, അത് ഈ ഹൗസിങ് കമ്പനി തരുന്നതാണ്. അപ്പോൾ ഭിത്തികളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ പഴയ ആൾക്കാർ ചെയ്തിട്ടുള്ള പണികളാണ്, ഇതൊന്നും എൻ്റെ പണികളല്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് ബാൽക്കണി ഉണ്ട്, എൻ്റെ സൈക്കിളോട്ടിരിക്കുന്നുണ്ട്. ബാൽക്കണിയുള്ള കാരണം കൊണ്ട് സൈക്കിളോടെ വെച്ചാണ്. അവിടെ ഒരു ചേട്ടനുണ്ട്, തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ അപ്പാപ്പനാണ്, ആളവിടെ പുല്ല് ചെത്തുണ്ട്. അപ്പോൾ ഒരു റൂം ഇതാണ്, 2 റൂമുള്ള എനിക്ക് അപ്പാർട്ട്മെൻറ്റാണ് കിട്ടിയിരിക്കണത്. ഒരു ബെഡ്റൂം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് നോർത്തിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിശ്വാസം പോലെ ഞാൻ നോർത്ത് സെറ്റ് ചെയ്തു. പിന്നെ കിടക്കുന്ന സ്ഥലം വളരെയധികം നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, തല വയ്ക്കുന്ന സ്ഥലം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് എനിക്ക് ജനല ഇവിടെ സൂര്യൻ ഉദിക്കുന്ന ഒരു പ്ലേസാണ് ജനല എൻ്റെ. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കൊണ്ട് അത് കവർ ചെയ്തു. എന്നിട്ട് കറുത്ത കർട്ടൻ ഇട്ടിട്ട് പോലും എനിക്ക് കിടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് റൂമിൽ. ഇവിടെയും ആണികൾ അടിച്ചിട്ടുണ്ട്, പഴയ ആൾക്കാർ ചെയ്തിട്ടുള്ള പണികളാണ്. അപ്പോൾ അതൊന്നും മേലോടല്ല ഇവിടെ. അതുപോലെ കബോർഡ്സൊക്കെ ഒരുപാട് കബോർഡ്സ് ഉണ്ട്. ആ കബോർഡ്സൊക്കെ തുറക്കുമ്പോൾ വളരെ പതുക്കെ തന്നെ അടയ്ക്കുക. അല്ലെങ്കിൽ ഇവിടെ പ്ലംബർ, അതേപോലെ ഓരോ ഇലക്ട്രീഷ്യന്മാർ, അവരൊക്കെ വിളിക്കാനായിട്ട് ഭയങ്കര പൈസയാണ്. ഒരു മണിക്കൂറിനൊക്കെ 60-50 യൂറോ കൊടുക്കണം. അപ്പോൾ ഭയങ്കര പൈസ തന്നെയാണ്. അത് നമുക്ക് 2 ആഴ്ചത്തെ ഫുഡ് കഴിക്കുന്ന ഒരു പൈസയാണ്. അപ്പോൾ ബാത്റൂമിൽ വലിയൊരു സൗകര്യമുള്ള ബാത്റൂമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ കാണുന്ന സ്ഥലം അത് എപ്പോഴും ആഴ്ചയിൽ എപ്പോഴും ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടന്ന് വളരെ മലിനമായി ഈ കറ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് പോയില്ല. അപ്പോൾ ഞാൻ ബാൽക്കണിയോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പുറത്തോടെ എനിക്ക് 2 കവാടുണ്ട്, എനിക്ക് 2 സ്ഥലത്തോടെ കിടക്കാൻ പറ്റും. അപ്പോൾ അവൻ പുല്ലൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇതാണ് ഔട്ട് സൈഡ്.
ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ നിറയെ മഞ്ഞ് മൂടി എടുക്കുന്നതായിരിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ചെറിയൊരു വെള്ള ഹൗസ് കാണുന്നത് അത് ബ്രൈ ചെയ്യുന്ന ഹൗസാണ്. നമുക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം. ആവശ്യക്കാർക്ക് ബ്രൈ ചെയ്യാം. എന്നാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിനും അതുണ്ട്. അപ്പം ഞാൻ പോണത് സ്റ്റോറേജ് പ്ലേസിലേക്കാണ്. സ്റ്റോറേജ് പ്ലേസിൽ ഫസ്റ്റ് റൂം തുറന്നു. ഫസ്റ്റത്തെ ഡോർ തുറന്ന് കയറണത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ നമുക്ക് എല്ലാവരുടെയും സാധനങ്ങളുണ്ട്. ഇത് ഓരോരുത്തർ നമ്പറുകൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഓരോരോ നമ്പറുകളുണ്ട്. നമ്പറുകൾ മീൻസ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നമ്പറാണ്. അപ്പാർട്ട്മെൻറ്റ് നമ്പറിൽ നമ്മൾ നോക്കുക നമ്മുടെ നമ്പർ ഏതാണെന്നുള്ളത്. ആ നമ്പറിൽ നമുക്കിപ്പോൾ ഇവിടെ ഫിൻലാൻഡിലായതുകൊണ്ട് നമുക്ക് 4 ടയർ, മൊത്തം 8 ടയർ യൂസ് ചെയ്യണം വണ്ടികൾക്ക്. അപ്പോൾ അത് തന്നെ വെക്കാനായിട്ട് നമുക്കൊരു സ്റ്റോറേജ് തന്നെ വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഇതിനുള്ളിൽ കൊണ്ടുവയ്ക്കാം. നല്ല ഒരു സൗകര്യം തന്നെയാണ് ഫിൻലാൻഡിലുള്ളത്. പിന്നെ അടുത്തൊരു സ്റ്റോറേജ് റൂമുകളെന്ന് പറയുന്നത് സൈക്കിൾ വയ്ക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കിളുകളൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ട് ഉള്ള സ്ഥലമാണ്. അപ്പോൾ സൈക്കിൾ ഗോഡൗൺ ആണിത്. കേട്ടോ, നിറയെ സൈക്കിളുകളാണ് ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള സൈക്കിളാണ് ആൾക്കാരുടെ ഒക്കെ നമുക്കിവിടെ സൂക്ഷിക്കാം. അങ്ങനെ ഇനി ഞാൻ ഇത് ഇവിടുത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രസമാണ്. അവിടുത്തെ ഔട്ട് സൈഡ് നല്ല പുല്ലൊക്കെ ആണ്. പുല്ലൊക്കെ തന്നെ വളരുന്ന ഒരു പുല്ലാണ്. ഇവിടെ കളിക്കാനായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക്. നേരെ ചെല്ലുന്നത് നമ്മൾ വേസ്റ്റ് ഇടുന്ന പ്ലേസിലേക്കാണ്. വേസ്റ്റ് ഇടുന്ന പ്ലേസാണത്. അപ്പോൾ ഓരോ വേസ്റ്റിലും അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കുപ്പികളും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ആൾക്കാർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ചിലതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലതൊക്കെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. ചിലതൊക്കെ നല്ലതായിരിക്കും. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇത് കണ്ടോ, ഇത് കൊണ്ടുവച്ചിട്ടുള്ള മഞ്ഞൾ സ്കീയിങ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതുകൊണ്ട് അവിടെ ചെയ്യണം. പിന്നെ ഫുഡ് മാത്രമുള്ള വേസ്റ്റ് അതിലിടുക. അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ഇതുകളുണ്ട്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇതിലിടുക. അതേപോലെ എല്ലാത്തിനും സെപ്പറേറ്റ് ഡസ്റ്റ്ബിന്നുകളുണ്ട്. ഇതൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിവിഷൻ വന്ന് കൊണ്ടുപോകും. ഒരു ദിവസം വരും അവർ. ഒരു ദിവസം വന്ന് അവരെല്ലാതും കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നിന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിവിഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കാർഡ് വയ്ക്കുക. എനിക്ക് ഒരു ഫൈൻ കിട്ടി കാർഡ് വെക്കാണ്ട്. പിന്നെ പാർക്കിംഗ് കാർഡ് വയ്ക്കാൻ മറന്നുപോയി. ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് കാർഡ് വയ്ക്കണം. അതായത് കമ്പനിയുടെ പാർക്കിംഗ് കാർഡ് വയ്ക്കണം. അതായത് ബാക്കിയുള്ളവർക്ക് ഒന്ന് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമല്ല, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാൻ പേ ചെയ്ത് ഇരിക്കുന്ന ഒരു ഹൗസിംഗ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് എനിക്ക് മാത്രമേ അവിടെ അലൗഡുള്ളൂ ഇടാനായിട്ട്. ഞാനത് മറന്നു ഒരു ദിവസം വെക്കാനായിട്ട്. എനിക്ക് പിറ്റേ ദിവസം തന്നെ ഫൈൻ കിട്ടി. 60 യൂറോ ഫൈൻ കിട്ടിയപ്പോൾ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അങ്ങനെ വെക്കണം. നമ്മൾ വെക്കാതിരിക്കരുത്. നമ്മൾ മറന്നു പോകാനും പാടില്ല. ഞാൻ മറന്നതാണ്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റിൻ്റെ ബോക്സ്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബോക്സ് കംപ്ലീറ്റ് ഇതിലേക്ക് വരും. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഇപ്പോൾ മാക്സിമം മാത്രമേ ഉള്ളൂ. മന്ത് എൻഡ് ആകുമ്പോഴാണ് ഇതിൽ ലെറ്ററുകളും കാര്യങ്ങളൊക്കെ വരിക എനിക്ക്. കാരണം കറണ്ട് ബില്ല് വരും. അപ്പോൾ വീഡിയോ എൻ്റെ ഓവറായി. അപ്പോൾ ഓക്കെ, ബൈ എല്ലാവർക്കും. ഓക്കെ, സി യു.